സംസ്ഥാനത്ത് നിന്നും ഡെപ്യൂട്ടേഷൻ വാങ്ങിപ്പോകുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലും വൻ വർധനവ്. 31 IPS ഉദ്യോഗസ്ഥരാണ് ഇതിനകം കേരളം വിട്ടത്. ഇതോടെ വൻ പ്രതിസന്ധി പോലീസ് സേന നേരിടുകയാണ്. പോലീസിലെ ആത്മഹത്യകളും കൂട്ടത്തോടെയുള്ള സ്വയം വിരമിക്കലും ചർച്ചയാകുന്നതിനിടെയാണ് IPS ഉദ്യോഗസ്ഥരും കേരളം വിടുന്നത്. ഡെപ്യൂട്ടേഷൻ പോകുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ വൻ വർധന കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം 31 IPS ഉദ്യോഗസ്ഥരാണ് ഇതിനകം കേരളം വിട്ടിരിക്കുന്നത്. ഇതിൽ 26 പേരും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് മാറി. 5 പേർ മറ്റ് സംസ്ഥാനങ്ങളിലെ ഡെപ്യൂട്ടേഷനിലേക്കും പോയിട്ടുണ്ട്. ഇതോടെ 31 ഒഴിവുകളാണ് IPS കേഡറിൽ നിലനിൽക്കുന്നത്. IPS ഉദ്യോഗസ്ഥരുടെ ഈ കുറവ് പോലീസ് സേനയുടെ പ്രവർത്തനങ്ങളെയും സാരമായി ബാധിക്കുന്നു. IG-മാരുടെയും DIG-മാരുടെയും കുറവാണ് ഏറ്റവും പ്രധാനമായും നിലനിൽക്കുന്നത്. വിജിലൻസിൽ ഡയറക്ടർ കഴിഞ്ഞാൽ പിന്നെ SP ആണ് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ. ഇതേ അവസ്ഥയാണ് ക്രൈംബ്രാഞ്ചിൽ ഉൾപ്പെടെ നിലനിൽക്കുന്നത്. നിലവിലുള്ള IG-മാർക്കും DIG-മാർക്കും കൂടുതൽ ചുമതലകൾ നൽകിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. അമിതമായ രാഷ്ട്രീയവൽക്കരണമാണ് IPS ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ കേരളം വിടാൻ പ്രധാന കാരണം. സംസ്ഥാന പോലീസ് മേധാവിയെ നോക്കുകുത്തിയാക്കി ചിലർ മാത്രം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിലുള്ള അസംതൃപ്തിയും സേനയിലുണ്ട്. സർക്കാരിനൊപ്പം നിന്നില്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരായാലും കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നതും കേരളം വിടാൻ IPS ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുന്നു. IAS ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. 32 IAS ഉദ്യോഗസ്ഥരും ഇതിനകം കേരളം വിട്ടുകഴിഞ്ഞു. R. രാജീവ്, ജനം, തിരുവനന്തപുരം.